മോനെ സിദ്ധാർത്ഥ സാറിനെയും കൂടെ കൂട്ടിട്ട് പോണതല്ലേ നല്ലത്. അതെ മുരളേട്ടാ, എന്താ ഏതാന്ന് വ്യക്തമാവാതെ അന്വേഷിച്ചു പോവാന്ന് വെച്ചാ. എനിക്കൊന്നിനും വേണ്ടി ഇപ്പൊ സമയം കളയാനില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാ ഞാൻ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വിഷമിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്താ മോളെ, നീ പിണങ്ങിയിരിക്കുന്ന ഇളിയമ്മച്ചി പറഞ്ഞല്ലോ. പിണങ്ങിയതൊന്നുമല്ല, സങ്കടായിട്ടാ. എന്തിനാ സങ്കടം? നന്ദൻ ചേട്ടൻ വന്നല്ലോ. ഇനി ചേച്ചി തിരിച്ചു പോവൂലേ? അതിനാണോ സങ്കടം? അപ്പൊ ചേച്ചിക്ക് നന്ദുവിനെ കിട്ടണ്ടായിരുന്നാണോ മോള് പറയുന്നേ? അയ്യോ, അങ്ങനെയല്ല. ഇത്രയും സന്തോഷം കിട്ടിയ ദിവസങ്ങള് എന്റെ ജീവിതത്തിൽ വേറെ ഇല്ല. ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന എന്നെ വെളിച്ചം കാണിച്ചത് ചേച്ചിയാ. ചേച്ചി കൂടെ ഇല്ലാതായ ഞാൻ പിന്നെ. നിമ്മിമോളെ, നിന്റെ മനസ്സ് എനിക്കറിയാം. നീ എനിക്ക് എന്റെ ശാരിയെ പോലെ തന്നെയാ. എന്റെ സ്നേഹവും ഇഷ്ടവും എല്ലാം നിന്റെ കൂടെ ഉണ്ടാവും. എന്താ ഇവിടെ? ആ, നമ്മള് തിരിച്ചു പോന്നെന്നും പറഞ്ഞ് നിമ്മി വിഷമിക്ക. നിമ്മി, നിന്റെ കാര്യങ്ങൾ ദേവി പറഞ്ഞു, എസ്തപ്പൻ ചേട്ടൻ പറഞ്ഞു എനിക്കറിയാം. ഞങ്ങൾ തിരിച്ചു പോയാലും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മാത്രമല്ല, നിമ്മിക്ക് എന്താവശ്യം വന്നാലും ഞങ്ങൾ വിളിക്കാം. അതുപോലെ ഞങ്ങൾക്ക് നിമ്മിയോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ നിമ്മിയെ വിളിക്കും. ഞാൻ മോളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവം നല്ല ബുദ്ധി തന്ന് അനുഗ്രഹിച്ച കുട്ടിയാ മോള്. ആ ബുദ്ധി പഠിത്തത്തിലും കൊണ്ടുവരണം. വലിയൊരാളാവണം. ആളാകും, അത് ചേച്ചിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ നിമ്മിക്കും അറിയാലോ. കേസിനി എങ്ങനെയൊക്കെയാ മുന്നോട്ട് പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കരുത്. എനിക്കറിയാം, ചേട്ടനും ചേച്ചിക്കും ഒന്നും പറ്റില്ല. ഞാൻ അത്രയ്ക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. ചേച്ചിയും നന്ദേട്ടനും പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ടാവും. ഞാൻ പഠിക്കും, ഒരു ജോലിയൊക്കെ വാങ്ങും. എനിക്കറിയാം ചേച്ചി മറക്കില്ല എന്ന്. എന്നാലും പറയോ, എന്നെ മറന്നു പോവരുത്. ഒന്ന് പോവച്ചേ. നിന്നെ നിന്റെ അപ്പച്ചനെ ഒന്നും ഈ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. നീങ്ങ വന്നേ, പറയട്ടെ, വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.